ഉറക്കാണ്. ജംഷിയ ഏടി എന്താടി എനിക്ക് നീക്കാനായിട്ടില്ല. ഈ നേരം വെളുത്തൊന്നും എനിക്ക് കാണാനില്ലേ. എന്തൊരു ഉറക്കാണോള് ഉറങ്ങണത്. ശാപം, ഈ എന്തിനാടി ഈ കട്ടുമ്മ കയറി കിടന്നത്? അനക്ക് താഴത്ത് പായി വിരിച്ചിട്ട് കിടന്നാ പോരെ. അതിക്ക ഞാൻ എന്നും താഴത്തല്ല കിടക്കല്. എന്റെ കൈയും കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാ ഞാൻ ഇന്ന് കട്ടുമ്പോ കയറി കിടന്നത്. ഒരാൾക്ക് നീച്ച് പുറത്തേക്ക് പോയിക്കച്ച്. ഇനി മേലിൽ വെച്ച് കട്ടുമ്മ കയറി കിടക്കണ ഞാനൊന്ന് കാണട്ടെ. എന്നോട് ഈ റൂമിലേ കിടക്കരുത് ഞാൻ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് കണ്ടും കിടക്കും. ഇവിടെ എത്തിണ്ട് തോന്നി നേരത്തെ നീച്ച് വരിക. അമ്മ ഞാൻ അടിച്ചോരാ. നീച്ച് വന്നോ? ഈ വെയ്യാത്ത ഞാൻ തന്നെ വേണം ഈ മിറ്റൊക്കെ അടിച്ചു വരാന്. എന്നാ വേണ്ട അടിച്ചോരി കൂട്ടാ, എന്നിട്ട് ആ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചോളൂ. എന്റെ ഇന്നലെ ഇവിടെ ഒരു ഒച്ചയും വിളിയൊക്കെ അങ്ങോട്ട് മിറ്റടിച്ചോടത്തേക്ക് കേൾക്കുന്നുണ്ട്. നിങ്ങളെ രണ്ടാളും വർത്താനം എന്താണ്? ഇതെന്തിനാ ഇങ്ങനെ നിന്ന് ചാടിയുന്നത്? ഓള് ഇന്നലെ കട്ടുമ്മ കയറി കിടന്നിക്കണ്. അതിന് ഞാൻ ചൂടായതാണ്. ഞാൻ ഓളോട് പറഞ്ഞിട്ടുള്ളതാണ് ഓന്റെ അടുത്ത് കിടക്കണ്ടെന്നുള്ളത്. ആ ഡൈനിങ് ഹാളിൽ എവിടെയെങ്കിലും വന്ന് കിടന്നാ മതിയല്ലോ ഓൾക്ക്. ആ പറഞ്ഞ ഓള് കേൾക്കൂലല്ലോ. അതൊക്കെ പോട്ടെ. അല്ല, ഇജ്ജ് ഓളോട് പറഞ്ഞോ ആ സ്വർണത്തിന്റെ ഒക്കെ കാര്യം? ഞാൻ എന്നും ചോദിക്കലുണ്ട്. ഓൾ അതിനൊരു മറുപടി തരലില്ല. അതെങ്ങനെ ശരിയാവുക? ഓളിങ്ങനെ മുണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അന്റെ പെങ്ങളെ കല്യാണാണ് ശരിയായി നിക്കണത്. ഓൾക്ക് പണ്ടൊക്കെ എടുക്കണ്ടേ? ഞാനും എന്നെയാണ് ആലോചിച്ചത്. ഇജയ് ഓളെ നല്ല ഒന്നാണ് പേടിപ്പിച്ചാ മതി. ഇങ്ങനെ നല്ല ഉറക്കന വർത്താനം പറഞ്ഞു ഒച്ചയും വിളി ഉണ്ടാക്കിയാ മതി. ഓള് താനെ കൊടുന്നോളൂ സ്വർണ്ണൊക്കെ. അപ്പൊ നമ്മളെ കയ്യിലേ താനെ എത്തിക്കോളും അത്. ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ അനക്കൊരു ബിസിനസ് തുടങ്ങണം എന്നല്ല ഇജ്ജ് പറഞ്ഞത്. എന്തായാലും ഒരു 10-20 പവന്റെ പണ്ട് എന്തായാലും വാങ്ങേണ്ടി വരും. 10 പവനേലും എന്റെ പെങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ അനക്ക് ബാക്കി ബിസിനസ് ചെയ്യാനും കൊടുക്കാം. അങ്ങനെ ഓളെ വെറുതെ വിടണ്ട. ഒരു നക്ക് പിന്നെ ഗതിയില്ല. എന്നിട്ട് ഓള് ഇവിടെ ഇങ്ങനെ സുയിച്ച് വാഴാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇജ്ജ് ചെയ്യട്ടോ. ജംഷീന, ജംഷിയ, എന്തിക്ക എന്റെ അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഇജ്ജ് പെരേല് ചോദിച്ചോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്ത് കണ്ടിട്ടാ ഇക്കഞ്ഞു അവനോട് എന്താ ചോദിക്കണത്? എന്താ എനിക്ക് ചോദിച്ചാല് ഈ എന്താ ഇങ്ങോട്ട് കൊടുന്നിക്കണത്? കൊറേ ഇല്ലെങ്കിൽ ഒരു 15 പവനെങ്കിലും എന്റെ ഇപ്പൊ നിങ്ങക്ക് തന്നിക്കണില്ലേ? ഇക്ക് ഇനി ചോദിക്കാൻ വയ്യ. അതിന്റെ അടുത്ത് ഇനി ഒന്നുമില്ല തരാന്. വീട് സ്ഥലം ഉണ്ടല്ലോ, അത് വിറ്റാലും കിട്ടും പൈസ. എനിക്ക് വയ്യ ചോദിക്കാന്. പറ്റൂലെങ്കിലേ അന്റെ ഇവിടുത്തെ പൊറുതിയാണ് മതിയാക്കിക്കാളജ്. ആകെ ഉള്ളത് ഒരു പെരയും സ്ഥലമാണ്. അതും കൂടി വിറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങക്ക് ഒരു പെരയും കൂടി ഉണ്ടാവൂല. എന്റെ വാപ്പയും ഇനി തെരുവുക്ക് ഇറങ്ങേണ്ടി വരും. അതിന് ഞങ്ങക്ക് ഇപ്പൊ എന്താ? അന്റെ പെരക്കാരല്ലേ തെരുവുക്ക് ഇറങ്ങണേ? ഞങ്ങളൊന്നും അല്ലല്ലോ. അന്നേ ഞാൻ ഇവനോട് പറഞ്ഞതാണ് ഈ ദരിദ്രവാസികളെ പെരേന്ന് പെണ്ണിട്ടണ്ടാന്ന്. അപ്പൊ ഓൻ പറഞ്ഞു ഓലൊന്നും കൊടുക്കാതെ കെട്ടിച്ചൂരാന്ന്. ഇപ്പൊ എന്തായടാ? ഇജന്നെ അനുഭവിക്ക്. ഇത്രയൊരു ദരിദ്രവാസികളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വീട്ടിലേടി ഇമ്മ പറഞ്ഞിട്ട് പോയത്. ഇക്ക ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് കല്യാണത്തിന് മുന്നേ സ്വത്തും പണ്ടൊന്നും വേണ്ടാന്നുള്ളത്. പിന്നെന്താ ഇപ്പൊ നിങ്ങൾ ഇങ്ങനൊക്കെ പറയണത്? ഇന്നാലും എന്റെ ഇപ്പൊ ഉള്ളത് തന്നിക്കണില്ലേ? പണ്ടം കൊടുന്നിട്ട് ഇവിടെ നിന്നാ മതി.
പെരേക്ക് വിളിച്ചിട്ടേ ബാക്കിയും കൂടി സ്വർണ്ണം അങ്ങോട്ട് കൊടുന്നു തരാൻ പറയാ, അല്ലെങ്കിൽ ഈ എന്റെ സ്വഭാവം അറിയും. എന്താ ഞാൻ ചെയ്യാ അറിയില്ല. വിളിച്ചു നോക്കാം. പെണ്ണാണല്ലോ. ഹലോ മോളെ. ഹലോ ഉമ്മ. ഞാൻ എന്നെ പറ്റിട്ട് ഇപ്പൊ വിചാരിച്ചിട്ടുള്ളൂ. എന്താ എന്റെ പാട്, സുഖല്ല എനിക്ക്? അത് ഉമ്മ ഇവിടെ ആകെ പ്രശ്നാണ്. എന്ത് പ്രശ്നം? ഓൾക്ക് സ്ത്രീധനം ആണെന്ന് പറഞ്ഞിട്ട് ഒരു തിരക്കൂടുക. ഓൾക്ക് നമ്മള് സ്ത്രീധനൊക്കെ കൊടുത്തതല്ലേ. പിന്നെ ഓലെന്നല്ലേ പറഞ്ഞിരുന്നത് കല്യാണത്തിന് മുന്നേ സ്ത്രീധനായിട്ടൊന്നും വേണ്ട, പണ്ടും മുതലൊന്നും വേണ്ടാന്നൊക്കെ. എന്നിട്ട് നമ്മള് 15 പവന്റെ പണ്ടം കൊടുത്തില്ലേ. ഓര് പറയണത് ഓലമ്മയും പറയണത് എന്താ വെച്ചാല് സ്ത്രീധനം ബാക്കിയും കൂടി കൊടുന്നിട്ട് മതി ഇവിടെ നിക്കലെന്നൊക്കെ. പിന്നെ പറയാത്ത വർത്താനല്ലേ നമ്മള് വീടും പറമ്പൊക്കെ വിറ്റാ മതി പൈസ കിട്ടുന്നൊക്കെ പറഞ്ഞ് നടക്കാണ്. പിന്നെ എന്താ പെങ്ങളെ കല്യാണം നോക്കണ്ടത്ര, ഓലെ എന്റെ നാത്തൂന്റെ കല്യാണം നോക്കണ്ടത്ര. അപ്പൊ ഓൾക്ക് കൊടുക്കണം സ്ത്രീധനം. അപ്പൊ ഇന്നോട് കുറച്ചും കൂടി കൊടുന്നിട്ട് ഇവിടെ നിന്നാ മതി എന്നാ പറഞ്ഞിരിക്കണത്. വീട് സ്ഥലവും വിറ്റിട്ടോ? ഓൾക്ക് കുറച്ച് വീട് സ്ഥലവും വിറ്റിട്ട് പണ്ടും മുതലും കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനേ ഇപ്പാനോട് കൂടി ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് എനിക്ക് ഞാൻ വിവരം തരണ്ടിട്ടോ. ഇതോ അങ്ങനെ ഓലെ വെറുതെ വിട്ടാൻ പറ്റൂലല്ലോ. ഓലെ സ്ത്രീധനം ചോദിക്കലിന്റെ പൂതി ഒന്നാണ്ട് അവസാനിപ്പിച്ചു കൊടുക്കാം നമുക്ക്. ഇജ്ജ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ടട്ടോ, എന്തേലൊക്കെ തീരുമാനം ഉണ്ടാക്കാം. ശരി എന്നാ. ഓൽക്ക് ഉള്ള പെരും സ്ഥലം വിറ്റിട്ട് ഓൽക്ക് സ്ത്രീധനം കൊടുക്കായിട്ടാ. ഓലെ സ്ത്രീധനത്തിന്റെ പൂജ ഒന്നാണ്ട് അവസാനിപ്പിക്കന്നെ വേണം. ആരൊക്കെ നീ നേരത്തെ വിളിക്കണത്? അറിയാത്തൊരു നമ്പറാലോ. ഹലോ, ആരാണ്? ഹലോ, ഇത് ഖദീജ അല്ലേ? അതെ ഖദീജയാണ്. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളെ പേരിലൊരു കേസ് ഉണ്ട്. കേസോ? അതെ, മരുമകളെ സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ മോൻ ഫായിസ് എവിടെ? ഓൻ പണിക്ക് പോയിക്കണ്. എന്തിനാ സാറേ? ഓന്റെ പേരിലുണ്ട് കേസ് വന്നിട്ട്. സ്ത്രീധനം വാങ്ങണതും കൊടുക്കണതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? മര്യാദക്ക് വേഗം ഓളെ എടുത്ത സ്വർണം ഒക്കെ കൊടുത്തോളുണ്ട്. ഞങ്ങള് കൊടുത്തോളാം. എന്നാ വേഗം കൊടുത്തോളുണ്ട്. നിങ്ങളെ പേരിൽ ഇനി ഒരു കേസ് ഉണ്ടാവാൻ പാടില്ല. ശരി സാറേ. ആരമ്മ വിളിച്ചത്? ആരായാലും അനക്കെന്താ? ഇക്കൊന്നുമില്ല. അല്ല, എന്റെ സ്വർണ്ണൊക്കെ ഞാൻ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു തരിക. തരണ്ട, വേഗം തന്നോളുണ്ടു. ഇല്ലെങ്കിലേ മകനെ ഇമ്മാനെ ഞാൻ ആഴി എണ്ണിക്കും. കൊറേ ദിവസമായില്ലേ നിങ്ങൾ ഇന്നിട്ടിട്ട് ഇതാക്കൽ തുടങ്ങിയിട്ട്. ഞങ്ങക്ക് അറിയില്ലല്ലേ ഈ സ്ത്രീധനം ചോദിക്കണതും വാങ്ങണോ ഒക്കെ തെറ്റാണെന്നുള്ളത്. ഇതിനാണ് പറയണതേ ചക്കിന് വെച്ചതേ കൊക്കിന് കൊണ്ടുപോകും. മനസ്സിലായോ? വേഗം എന്റെ സ്വർണ്ണം എന്റെ അടുത്ത് തന്നില്ലാന്നുണ്ടെങ്കിലേ ഇപ്പൊ തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആ കംപ്ലൈന്റ് ആണ് ഫയൽ ചെയ്യും. നോക്കിക്കോളുണ്ട്. കൊണ്ടാറക്കാലം വോയിസ് കാരനാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത്. അവന്റെ ഒരു സ്വർണ്ണവും അവന്റെ ഒരു ഓനാണ് ഈ പെങ്ങളെ കെട്ടിച്ചാലൊക്കെ ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞത്. ഓള് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ചക്കിന് വെച്ച് കൊക്കിനെന്നെ കൊണ്ടത്. ഇനിയിപ്പൊ എവിടുന്ന് ആ പണ്ടൊക്കെ ഉണ്ടാക്കുക?